കുമളിക്ക് സമീപം കമ്പം സർക്കാർ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം തകർന്ന് ഒരാൾ മരിക്കുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. കുമളിക്ക് സമീപം തേനി ജില്ലയിൽ ഉൾപ്പെട്ട കമ്പം സർക്കാർ ആശുപത്രിയിൽ 10 കോടി രൂപ ചെലവിൽ മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയായിരുന്നു. 2 വർഷമായി ജില്ലയ്ക്ക് പുറത്തു നിന്നുമുള്ള നിരവധി തൊഴിലാളികളാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്നലെ പതിവ് പോലെ മധുര ഊമാച്ചിക്കുളം സ്വദേശികളായ നമ്പിരാജൻ, മുനീശ്വരൻ, രത്നവേൽ എന്നിവർ പുതിയ കെട്ടിടത്തിന്റെ പോർട്ടിക്കോയിലും എലിവേഷൻ ഏരിയയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. പെട്ടെന്ന് കെട്ടിടം തകർന്ന് ഇവരുടെ മേൽ വീഴുകയും കെട്ടിടത്തിന്റെ മതിലിനുള്ളിൽ ഇവർ കുടുങ്ങിപ്പോവുകയും ചെയ്തു. സമീപത്ത് ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ കമ്പം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് മരണപ്പെട്ട നമ്പിരാജിനെ പുറത്തെടുക്കുകയും പരിക്കേറ്റവരെ പുറത്ത് എത്തിക്കുകയും ചെയ്തത്. കൂടാതെ കൂടെ ജോലി ചെയ്തിരുന്ന മുനീശ്വരൻ, രത്നവേൽ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു. ഇവരെ രക്ഷപ്പെടുത്തി കമ്പം സർക്കാർ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി കൂടുതൽ ചികിത്സയ്ക്കായി തേനി സർക്കാർ ആശുപത്രിയിലേക്ക് അയച്ചു. സംഭവത്തിൽ കമ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. പുതുതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടത്തിൽ ശരിയായ സാമഗ്രികൾ ഉപയോഗിക്കാത്ത നിർമ്മാണ പ്രവർത്തനം നടത്തിയതാണ് കെട്ടിടം തകർന്നു വീണ് മരണം സംഭവിക്കാൻ കാരണമായതെന്ന ആശങ്കയാണ് ഉള്ളത്. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.